ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ഇന്ന് നമ്മൾ കഥയല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഭഗവാന്റെ ഭക്തരെ കുറിച്ചാണ്. ഭഗവാന്റെ ഒരു ഭക്തരാകുക എന്ന് പറയുന്നത് തന്നെ മുൻജന്മ സുഹൃതമാണ്, മഹാഭാഗ്യമാണ് അല്ലേ? എന്നാൽ ഭഗവാന്റെ ഭക്തരായിട്ട് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ നിഷ്കളങ്കമായ ഒരു ഭക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവത് സേവ സാധ്യമാകുകയുള്ളൂ. വെറുതെ നമുക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടാവില്ല. പക്ഷെ ഭഗവാനെ ഓടൊരു കളങ്കമില്ലാത്ത, അതാണ് നിഷ്കളങ്കത. ആ കളങ്കമില്ലാത്ത ഒരു ഭക്തി നമ്മളിൽ ഉണ്ടായാൽ തന്നെ നമ്മൾ ഭഗവാന്റെ ഭക്തരായി. അപ്പോൾ അറിയാം, ഭഗവാന് നമ്മളെ ഭഗവാന്റെ പ്രിയപ്പെട്ടവരാക്കി മാറ്റും. ആദ്യം തന്നെ ഭഗവാൻ എങ്ങോട്ട് നമ്മളെ ചേർത്ത് വെക്കില്ല. നമുക്ക് നമ്മളിലുള്ളതായ പല മാലിന്യങ്ങളും ആ ഉള്ളിൽ നിന്ന് മാറ്റി ഒരു നല്ല ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാക്കി ആദ്യം അങ്ങോട്ട് മാറ്റും. സർവ്വഗുണങ്ങളും എന്ന് വിശേഷിപ്പിക്കാം. അപ്പം നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ കർമ്മങ്ങൾ ഒക്കെ നന്നായിരുന്നാൽ നമ്മളെ ഭഗവാൻ ചേർത്ത് പിടിക്കും. അപ്പം ഭഗവാൻ അറിയാം, ഈ ഭക്ത ഞാനുമായിട്ട് ഒരു പ്രേമം ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല, ഒരു ഭഗവത് ഭക്തി ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കും. അപ്പോൾ ഭഗവാൻ നമ്മളെ നല്ല ഗുണങ്ങളും നല്ല ശീലങ്ങളും ഒക്കെ തന്ന് ഭഗവത് നാമങ്ങളും ഒക്കെ ജപിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവിധമായ സർവ്വഗുണങ്ങളും നമ്മളിലേക്ക് വരും. പെട്ടെന്ന് വരില്ല. ഇതിനിടയിൽ ധാരാളം പ്രതിസന്ധികളൊക്കെ നമ്മൾക്ക് കടക്കേണ്ടി വരും. അപ്പോൾ പ്രതിസന്ധികളിൽ കടന്ന് ആ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മൾ നിയന്ത്രിച്ച് നിന്ന് അതിൽ നിന്നൊക്കെ കടന്ന് രക്ഷപ്പെടണം. അല്ലാതെ നോക്കില്ല. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മുടെ കർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് ആ ഭഗവാൻ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് തരിക. പെട്ടെന്ന് അനുഗ്രഹം കൊടുക്കില്ല. നമ്മളെ മനസ്സിലാക്കണ്ടേ ഭഗവാന്? അതിനു വേണ്ടി അപ്പം നമുക്ക് ഭഗവാനെ സേവിക്കുന്ന വഴി ഏതൊരാൾക്കും സുഖസൗകര്യങ്ങൾ ആദ്യം അങ്ങോട്ട് കൊടുക്കില്ല എന്നാണ് പറയുന്നത്. ആദ്യം കൊടുക്കില്ല. ആദ്യം അവർക്ക് ധാരാളം പ്രാരാബ്ധങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അപ്പം നമ്മൾ പറയും ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുന്നു എന്ന് പറയും. ഇവിടുത്തെ പരീക്ഷണം എന്താണ്? ഭഗവാൻ നമ്മളുടെ ആ കർമ്മങ്ങളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഭഗവത് സ്മരണ കൂടിയാണോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രതിസന്ധികളെയൊക്കെ തരണം നമ്മൾ ചെയ്യാൻ പാകമായോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ നമുക്ക് ഈ സർവ്വസമ്പത്തും സർവ്വ ഐശ്വര്യങ്ങളും ഒക്കെ തരിക. അതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ തന്നെ അങ്ങനെ സ്വാർത്ഥമതികളായി പോകരുത്. അത് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു ദുഃഖങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് അത് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ ദുഃഖിക്കുന്ന ഒരാൾക്ക് സമാധാന വാക്കുകളായിട്ടോ ഒക്കെ അത് നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇപ്പം സമ്പത്ത് മാത്രമല്ല നമുക്ക് ഒരാൾക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നത്. അത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയ പുണ്യമാണ്. എന്നാൽ അവരുടെ ആവശ്യങ്ങളിൽ നമുക്കൊരു സമാധാന വാക്ക് മതി അവർക്കെങ്കിൽ അതെങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അപ്പം മറ്റൊരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനും കൂടി സാധിക്കണം. ഭഗവത് കടാക്ഷം കിട്ടിയാൽ പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തർക്ക് ഉണ്ടാകുമ്പോൾ സാക്ഷാൽ ഭഗവാൻ തന്നെ വന്ന് നമുക്ക് ആർക്കും തരാൻ പറ്റില്ല. ഭഗവാൻ ഒപ്പം എന്ത് ചെയ്യും? ഭഗവാന്റെ തന്നെ ആളിനെ അവിടെ ചുമതലപ്പെടുത്തും. ധാരാളം അനുഭവ കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ടത്? സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്തായിരിക്കും ആരെങ്കിലും ഒരാൾ ഒരു കൈത്താങ്ങുമായിട്ട് അവരുടെ മുമ്പിലെത്തുക. അത് ഭഗവാന്റെ അനുഗ്രഹമാണ്.
അങ്ങനെ ഭഗവാന്റെ ഒരു ഭക്തരെ നമ്മുടെ അടുക്കിലേക്ക് വിടുക എന്ന് പറയുന്നത്. അതുപോലെ വേദനിക്കുന്ന ഒരാൾക്ക് നമ്മൾ ആശ്വാസകരമായ ഒരു വാക്കുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ മുമ്പിൽ ഒരാളെ ഭഗവാൻ വിടും, അതും സമാധാന വാക്കുകൾ തരാൻ. അവൻ ഏതൊരാളാണോ ഭഗവാനെ സേവിക്കുന്നത് അവരെ മറ്റൊരാളാക്കി ഭഗവാൻ ആദ്യം എന്ന് മാറ്റുക. അതിനുശേഷം മാത്രമേ ഭഗവാൻ അവരെ പിന്നീട് സ്വീകരിക്കുന്നുള്ളൂ, എല്ലാം കൊടുക്കുന്നുള്ളൂ, എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം നമുക്ക് പറ്റുന്ന നന്മകൾ കൂടി നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് നമുക്കതിൽ കൂടി സമാധാനവും സന്തോഷവും കിട്ടുന്നത്. അപ്പോൾ വിഷമിക്കുന്ന ഒരാൾക്ക് അവരുടെ കലുഷിതമായ മനസ്സിൽ നിന്നും ചില തെറ്റായ തീരുമാനങ്ങളൊക്കെ വരുന്ന സമയത്താവാം ഭഗവാൻ ഒരാളെ അവരുടെ മുന്നിലേക്ക് കൊടുക്കുക. ആ കൊടുക്കുന്ന സമയത്ത് അവരെ ഒന്ന് തിരുത്തി സമാധാനത്തിലേക്ക് കൊണ്ടുവരും. അതിനാണ് ഈ മോട്ടിവേഷനൊക്കെ ആൾക്കാർ പോവുക. ഈ മോട്ടിവേഷനൊക്കെ നമുക്ക് സ്വയം നമ്മൾ പാകപ്പെട്ട് കഴിഞ്ഞാൽ സ്വയം നമ്മുടെ മനസ്സിനെ നമുക്ക് ശാന്തതയിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിനാണ് ഭഗവൻ നാമങ്ങൾ. അപ്പം എത്രത്തോളം പ്രയാസം നമ്മളിലേക്ക് വരുന്നുവോ അത്രത്തോളം നമ്മൾ ഈശ്വര നാമങ്ങളിലേക്ക് ജപിക്കുക. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ശാന്തത അനുഭവപ്പെടും എന്നുള്ളതാണ്. ഈ ഭഗവത്ഗീത നമ്മുടെ പ്രശസ്തമായ, നമുക്കെല്ലാവർക്കും എല്ലാ കാലത്തും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഉത്തമമായ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത പഠനങ്ങളിൽ കൂടെ നമുക്ക് സമാധാനവും സന്തോഷവും എല്ലാം കിട്ടും. കാരണം അത് നമ്മുടെ ജീവനാണ്, ജീവിതമാണ് ഭഗവത്ഗീത. ഭഗവാന്റെ ഗീതം, ഭഗവാന്റെ പാട്ടെന്ന് പറയുന്നെങ്കിലും അതൊക്കെ ഭഗവാൻ നമുക്ക് തരുന്ന ഉപദേശങ്ങളാണ്. അർജുനന് മാത്രമായിട്ടല്ല. അർജുനൻ വിദ്യ അഭ്യസിക്കുന്ന ഓരോരുത്തരും അർജുനനാണ് അല്ലേ? അപ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും തരുന്നത് ആ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ വായിക്കുക, സ്വയം സമാധാനിക്കുക. നമ്മുടെ മുമ്പിൽ ഒരാളെ ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് സമാധാനിക്കണ്ടേ അതിന്? അതുപോലെ തന്നെ ആ ഭഗവത് ഭക്തിയോടുകൂടി ഇരിക്കുന്ന ഒരാൾക്കാണ് ഒരു പ്രയാസം വരുന്നതെങ്കിൽ പോലും അവർക്ക് അവിടെ സമാധാനത്തിന് ഒരാളെ കിട്ടുമെന്നുള്ളതാണ്. അത് നമ്മൾ വിചാരിക്കാത്ത ഒരാളാവും, നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളാവാം. പക്ഷെ എങ്ങനെയായാലും ഭഗവാനെ നേരത്തെ അറിയുന്ന ആളും ഭഗവാന്റെ ആളുമാണ്. ആ ഭഗവാന്റെ ആളിനെ ഭഗവാൻ തന്നെ അവിടെ ആ സമയത്ത് എത്തിക്കുമെന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ആ ഭഗവത് കടാക്ഷങ്ങൾ വരുന്ന വഴി ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഭഗവാൻ നേരിട്ടല്ല ഒരു കാര്യങ്ങളിലും ഇടപെടുക അല്ലേ? ഭഗവാൻ മുഖാന്തരം ഭഗവാന്റെ ഭക്തരെ നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് എത്തിച്ചു തരികയാണ്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എങ്ങനെയുള്ളവരാകണം? ഭഗവത് ഭക്തിയുള്ളവരാകണം. അപ്പോൾ ഭഗവത് ഭക്തി നമ്മളിൽ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. അതൊക്കെ ഭഗവാന്റെ പരീക്ഷണങ്ങളായിട്ട് തന്നെ കൂട്ടണം. അപ്പം അതിന് നമുക്ക് തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി, നമുക്കൊരു ബലം, അതൊക്കെ നമുക്ക് ഭഗവാൻ തന്നെ തരും. അതിന് ഈശ്വര നാമങ്ങൾ ജപിക്കുന്ന വഴിയാണ് നമുക്കിതിനൊക്കെ സമാധാനങ്ങളൊക്കെ കിട്ടുക. അപ്പം എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകുവാൻ, അതുപോലെ ഭഗവത് ഭക്തി ഉണ്ടാകുവാൻ എല്ലാവർക്കും സർവ്വ അനുഗ്രഹങ്ങളും വന്ന് ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്കിനിയും അടുത്ത ദിവസം അടുത്ത ഭഗവത് കഥകൾ കാര്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.